മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം കൂടി ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ തപാൽ മുഖാന്തരവും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഗ്രീറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്ക്, ഈ ഒരു പിന്നിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും GCDAയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മെത്തേഡിൽ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലർക്ക് തസ്തികയുണ്ട്. അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ BCom അല്ലെങ്കിൽ MCom വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹാൻഡ്ലിംഗ്, അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ക്ലർക്ക് തസ്തികയിലേക്ക് ആവശ്യമാണ്. 25,000 മുതൽ 30,000 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണത്. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഉണ്ട്. ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല രീതിയിൽ സംസാരവും അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ 20,000 മുതൽ 25,000 വരെയുള്ള ശമ്പളം, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ മെസഞ്ചർ പ്യൂൺ എന്ന് പറഞ്ഞുള്ള തസ്തികയുണ്ട്. +2 മാത്രമാണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്നല്ല പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. മസ്റ്റ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് വേണം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. മേ ബി മലയാളം മതിയാകാം, കാരണം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മദർ ടങ്, നമ്മുടെ മലയാളം തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷിൽ നല്ലപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ളതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള ഏത് പോസ്റ്റിലും നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ മെസഞ്ചർ പ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതിന് +2 മാത്രമാണ് പറയുന്നത്. 10,000 മുതൽ ഏകദേശം 15,000 വരെ സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 1 ഇയറിലേക്കായിരിക്കും, സ്ഥിര നിയമനമല്ല. പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളനുസരിച്ച് അത് വേണ്ടിക്കൽ നീട്ടാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ CVയും അതുപോലെ തന്നെ ഇതിന് ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് 16/4/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഈ ഒരു ഓഫീസിലെത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുത്താലും നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും. ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള 2 മെത്തേഡും, അതായത് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനും പിന്നെ അപേക്ഷാ ഫോമും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ്ലി നിങ്ങളുടെ മൊബൈലിലേക്കോ സിസ്റ്റത്തിലേക്കോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലി ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി കോൾഡ് ഫോർ ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ എക്സാം ഇല്ല, ഡയറക്റ്റ്ലി ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തേക്കാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, താല്പര്യമുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.